എന്തു പറ്റി മോളെ? സുഖമില്ലേ? കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് വന്നാൽ മതി. മോള് വാ. ആ അതെ, എല്ലാരും സൈലന്റ് ആയിരിക്കണം കേട്ടോ, ടീച്ചർ ഇപ്പൊ വരും. മോള് വാ. വാ മോളെ. വാ മോളെ. മോൾക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ, എന്താന്ന് പറ. അത് വീട്ടിലെ ചില കാര്യങ്ങളാ. ഞാൻ വിചാരിച്ചാലും പരിഹാരമൊന്നും ഉണ്ടാവില്ല. അച്ഛനെ കൊണ്ടേ അത് ചെയ്യാൻ പറ്റൂ. ആദ്യം സംഭവം എന്താന്ന് പറ. എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോന്ന് നമുക്ക് നോക്കാം. വേണ്ട മാഡം, ഇക്കാര്യം ഫിദ മാഡത്തിനോട് പറയുകയും വേണ്ട. ഞാനിങ്ങനെയാ, വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും വന്നാ പെട്ടെന്ന് തളർന്നു പോകും. മോള് കാര്യം പറഞ്ഞില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മോള് വീട്ടിൽ ചെല്ലുമ്പോ അച്ഛനോട് പറയേണ്ടത് എന്താണെന്ന് അറിയോ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പണവും എന്റെ വീട്ടിലെത്തിക്കണം. ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ പണം എന്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ കുഞ്ഞുമോനൊരു വരവങ്ങോട്ട് വരും. തന്തയും തള്ളയും മോളെയും എല്ലാത്തിനെയും കൂടെ പറക്കി പുറത്തിടും ഞാൻ. കുഞ്ഞുമോന്റെ തനി സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിലേ ഈ നാട്ടിലിറങ്ങി ചോദിച്ചു നോക്ക്. അച്ഛൻ അയാളിൽ നിന്ന് പണം വാങ്ങിയത് എന്റെ വിവാഹം നടത്താൻ വേണ്ടിട്ടാ. പക്ഷെ വിവാഹത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ശരിക്കും അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ? അയാള് പറഞ്ഞതുപോലെ ചെയ്താ അച്ഛൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നോ? അതെന്നെ കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ലേ? അങ്ങനൊന്നും ചിന്തിക്കണ്ട. പിന്നെ പലിശക്കാരുടെ വാക്കുകള് അവർക്ക് അങ്ങനെ പറയാനല്ലേ അറിയൂ മോളെ. പണത്തിന് ബ്ലേഡിന്റെ മൂർച്ചയാ, ഏതറ്റം തൊട്ടാലും മുറിയും. മോള് പേടിക്കണ്ട, ദൈവം ഒരു വഴി കാണിച്ചു തരും. നിത്യേനെ പൂജിക്കുന്ന ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിന് രക്ഷാമാർഗം കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ഭഗവാനിൽ വിശ്വസിക്കുന്നതില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പിന്നെ ഫിദ മാഡത്തിനോട് പറയണ്ട കേട്ടോ, ഞാൻ ക്ലാസ്സിലോട്ട് പോവാ. ഏതായാലും ഇപ്പൊ ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുന്നില്ല. വാ, നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോവാം. ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഒന്ന് ചിരിക്കൂട്ടി. കുട്ടിയുടെ മുഖം ആടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഫിദ മാഡത്തിന് ഒട്ടും പറ്റിയെന്ന് വരില്ല. വാ. യാത്ര മുടങ്ങിയല്ലേ? എടോ, അച്ഛന് സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ പോകുന്നത്? ഈ യാത്ര മുടക്കിയതല്ലേ? ആര്? കണിമംഗലം പരമേശ്വരൻ, നിങ്ങളുടെ അച്ഛൻ. മഹാഭാരതത്തിലെ ശകുനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, കേട്ടിട്ടുണ്ടോ? അതിനേക്കാൾ അല്പം കൂടുതലാ കണിമംഗലം പരമേശ്വരന്റെ ബുദ്ധി. എന്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ? പറയും, അച്ഛനെയും പറയും, മകനെയും പറയും. ഇത് നിങ്ങൾ ബോധപൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചതാ, അല്ലാതെ അങ്ങേർക്ക് ഒന്നുമില്ല. പ്രിയങ്ക, തനിക്ക് എന്നെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. വേണ്ട, സഹിക്കണ്ട. പക്ഷേ വരുൺ ഇപ്പൊ എന്റെ കൂടെ വരണം. എങ്ങോട്ട്? നമ്മൾ തമ്മിലുള്ള ഈ രഹസ്യ കച്ചവടം ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. അത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമ്പോ മതി. ഞാൻ പറയില്ല, ഇപ്പൊ അത് പറയാനുള്ള സമയമല്ല. നിങ്ങളുടെ സമയത്തിന് കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. വരുന്നോ ഇങ്ങോട്ട്? താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അതെ, എനിക്ക് ഭ്രാന്തായതുകൊണ്ടാണല്ലോ മനസ്സിൽ വേറൊരു പെണ്ണിനെ കൊണ്ട് നടന്നിട്ടും നിങ്ങളുടെ ഭാര്യയുടെ വേഷം കെട്ടി ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഭ്രാന്തായതുകൊണ്ടാണോ?
നിങ്ങളോടൊപ്പം അമേരിക്കയിലേക്ക് വരാൻ ഞാൻ തയ്യാറായത്. എനിക്കിന്നെ നിങ്ങളുടെ ഭാര്യ പദവിയൊന്നും വേണ്ട. നിങ്ങൾ ആരെയാണോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അത് ചെന്ന് നിങ്ങളുടെ വീട്ടുകാരോട് പറ. എന്നിട്ട് അവരെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എനിക്ക് കണിമംഗലത്തെ മരുമകളും ആവണ്ട, ഭാര്യ ആവണ്ട. വരുൺ, നീ എന്റെ കൂടെ വാ. വാ ഇങ്ങോട്ട്. നിങ്ങൾ തമ്മിൽ ചെറിയ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാ ഞാനടക്കം എല്ലാവരും ഇതുവരെ കരുതിയിരുന്നേ. പക്ഷേ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? എന്താ പ്രിയങ്ക പറഞ്ഞതിന്റെ അർത്ഥം? വേണ്ട മുത്തശ്ശി, ഇനി അതറിഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. എന്ന് ആര് പറഞ്ഞു? നീ നിന്റെ ജീവിതം നശിപ്പിച്ച് കളയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആരാ ആ പെൺകുട്ടി? ആരെക്കുറിച്ചാ പ്രിയങ്ക പറഞ്ഞത്? നീയും പ്രിയങ്കയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് എനിക്ക് വ്യക്തമായി. നിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ വ്യക്തമായിട്ട് അവക്കറിയാം. ദേവനാരായണൻ തിരുമേനിയുടെ മകളെ നീ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് വിവാഹം ഉറപ്പിച്ചു. അത് നടത്തി. ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും ദേവനാരായണൻ തിരുമേനിയുടെ മകളെ തന്നെയാണ്, പ്രിയങ്കയല്ല. രാധികയെ. മോനെ, അതെ മുത്തശ്ശി, ഞാൻ നിങ്ങളോട് പോയി വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞത് രാധികമായിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ചു. പ്രിയങ്കയുടെ മുഖം കണ്ട നിമിഷം മുതൽ ഞാൻ ആവർത്തിച്ച് നിങ്ങളോടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ കരുതി ഞാൻ എന്തോ മണ്ടത്തരം വിളിച്ച് പറയുകയാണെന്ന്. രാധികയുടെ കാര്യത്തിൽ നിനക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും? എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, വധുവിന്റെ വേഷത്തിൽ ഞാൻ രാധികയെ കണ്ടതാ, അവളുടെ ഫോട്ടോസും എടുത്തതാ. പക്ഷേ കതിർമണ്ഡപത്തിലേക്ക് കയറി വന്നതും എന്റെ കൈ പിടിച്ചതും പ്രിയങ്ക. എന്നെ ചതിച്ചതാണ്. ഒരുപക്ഷെ പ്രിയങ്ക തനിച്ച്, അല്ലെങ്കിൽ അവളും അവളുടെ വീട്ടുകാരും ഒന്നിച്ച്. മോനെ, പ്രിയങ്ക പറഞ്ഞാണ് സത്യം. അവളെന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ അതവൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള കൂലി പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. അല്ലാതെ കണിമംഗലത്തുകാരോട് സ്നേഹമോ ബഹുമാനോ അതൊന്നും അവക്കില്ല. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞാനതെങ്ങനെ വിളിച്ച് പറയും? ഒരു കുടുംബമല്ലല്ലോ, 2 കുടുംബത്തെക്കുറിച്ച് ഓർക്കണ്ടേ? രാധയെക്കുറിച്ച് ഓർക്കണ്ടേ? അപ്പൊ പിന്നെ അമേരിക്കയിലേക്കുള്ള പോക്ക് എൻ്റെ ഒളിച്ചോട്ടമായിരുന്നു മുത്തശ്ശി. എല്ലാം അവസാനിപ്പിച്ചിട്ടുള്ളൊരു ഒളിച്ചോട്ടം. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലെന്ന എനിക്ക് ഉറപ്പുള്ള ഒരു ഒളിച്ചോട്ടം. എൻ്റെ സ്വപ്നങ്ങളില്ലാതായി ഈ മണ്ണിൽ എനിക്കിനി നിൽക്കണ്ട. ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ ഈ നാട്ടിൽ എന്തിനാ? ഇപ്പം ഈ യാത്ര മുടങ്ങിയാലും ഞാൻ പോവും. പിന്നെ ആരും എന്നെ കാണില്ല. നീ പോകുന്നില്ല. ഇത്രയും ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും നിനക്ക് ഇതെന്നോട് വ്യക്തമായിട്ടൊന്ന് പറയാമായിരുന്നില്ലേ? എന്തിന്? എപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായ മുത്തശ്ശി. ഞാൻ മുഖം വീർപ്പിച്ചാലും കരഞ്ഞാലും
ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തെന്നായിരുന്നു എല്ലാവരുടെയും വ്യാഖ്യാനം. എനിക്ക് മടുത്തു മുത്തശ്ശി, ശരിക്കും മടുത്തു. നീ നിരാശപ്പെടണ്ട. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാ, പക്ഷേ നിന്റെ ജീവിതം നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. ഇക്കാര്യത്തില് എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയെങ്കിലും നീ കാണിക്കണം. മനസ്സിലായോ? ദീപം ദീപം ദീപം. അച്ഛാ, അയാള് വന്നിട്ടുണ്ട്. ആര്? കുഞ്ഞുമോൻ. എന്താ കുഞ്ഞുമോനെ പുറത്തു തന്നെ നിൽക്കുന്നു? അകത്തേക്ക് വരിക. മോളോട് ഞാനൊരു കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അത് പറയാൻ മോള് വിട്ടുപോയതാണോ അതോ തിരുമേനി കേട്ടില്ലെന്ന് നടിച്ചതാണോ? മോൾ എന്നോട് വന്ന് പറഞ്ഞിരുന്നു. പലിശ നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങ് എത്തിച്ചോളാം. പണം റെഡിയായിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു വിട്ടത്. ആണോ മോളെ? കുഞ്ഞുമോൻ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഇനി ഒരു വീഴ്ചയും വരാതെ ഞാൻ നോക്കിക്കോളാം. വേണ്ട തിരുമേനി, തിരുമേനിക്ക് വരുത്താനുള്ള വീഴ്ച തിരുമേനി വരുത്തി. ഇനി വീഴ്ച വരുത്താതെ നോക്കേണ്ടതേ ഞാനാ. തിരുമേനി ഒരു കാര്യം ചെയ്യേ, സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. എന്നിട്ട് വീട് പൂട്ടി താക്കോലിങ് തന്നേക്കേ. കുഞ്ഞുമോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അതെന്ത് ഇടപാടാ? കാശിന്റെ കാര്യമാകുമ്പോ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിയെന്നൊക്കെ ഇരിക്കും. സന്ധ്യാനേരത്ത് കേറി വന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. എനിക്കങ്ങനെ വിശേഷിച്ച് നേരവും കാലവും ഒന്നും ഇല്ല. എന്റെ കണക്കിന് കാശ് തരുന്നവര് എന്റെ മിത്രം, കാശ് തരാത്തവര് ശത്രു. എന്താ കുഞ്ഞുമോനെ? തിരുമേനി നിങ്ങൾ ഇറങ്ങിക്കോ. അയ്യോ, അങ്ങനെ പറയരുത്. ഒന്നുമില്ലെങ്കിലും കുറച്ച് ദിവസത്തെ അവധിയെങ്കിലും. ദേ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാ എന്റെ പിള്ളേരിങ്ങി വരും. അവർക്കാണെങ്കിലേ ഈ പരാതി പറച്ചിലും കരച്ചിലും ഒന്നും ഒരു പ്രശ്നവുമല്ല. എന്നാ പിന്നെ താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ദേവാ, നീ പോയി പോലീസിനെ വിളിക്ക്. അമ്മയൊന്നും ഉണ്ടായിരിക്കും. തിരുമേനിക്ക് അത്യാവശ്യമാണെങ്കിലേ അവരെയൊക്കെ ഞാൻ തന്നെ വിളിച്ചു വരുത്താം. അവരൊക്കെ നമ്മുടെ കമ്പനിക്കാരല്ലേ. ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, വിളിച്ചു വരുത്തിയ ഞാൻ പറയുന്നതേ അവര് കേൾക്കൂ. കുഞ്ഞുമോനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വീടിനകത്ത് കയറിയ സകല സാധനങ്ങളും വലിച്ച് പുറത്തിടറോ. ആരെങ്കിലും തടയാൻ വന്നാൽ അവരെയും. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഏറ്റവും ചുരുങ്ങിയത് നാളെ രാവിലെ വരെയെങ്കിലും എനിക്ക് അല്പം സമയം താ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. പറഞ്ഞത് കേട്ടില്ലടാ, ചെല്ലങ്ങോട്ട്. ഞാൻ പറയുന്നത് എന്റെ വീട്ടിന്റെ അകത്തേക്ക് ഏതെങ്കിലും ഒരുത്തൻ കേറിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാലി ഞാൻ വിട്ടു. മാറുതല്ല ഇങ്ങോട്ട്. അയ്യോ, എടുക്കരുതെന്ന്. വലിച്ച് താഴെ ഇടണോ എല്ലാം. കുഞ്ഞുമോനെ, ഇതിപ്പോ അയൽക്കാരെല്ലാം അറിയും.
എന്റെ മാനം പോകുന്ന കാര്യ. നാളെ രാവിലെ വരെയല്ലേ ഞാൻ അല്പം സമയം ചോദിക്കുന്നുള്ളൂ. അതിനിടയിൽ എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കിക്കോളാം. മാറി നിൽക്കും തിരുമേനി. കുഞ്ഞുമോനും പിള്ളേരും തുടങ്ങിക്കഴിഞ്ഞാ അതിനൊരു അവസാനമില്ല. പിന്നെ കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണേലേ തിരുമേനി എല്ലാവരെയും കൂട്ടി അയൽവക്കത്തെങ്ങാനും പോയിരുന്നോ? എന്നിട്ട് എല്ലാം കഴിയുമ്പോ ഞാൻ പറയാം, എടുക്കാനുള്ളത് എടുക്കുകയും ചെയ്യാം. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളെ, പറ്റിപ്പോയി. ഇത് കണ്ടു നിന്നാ നമ്മുടെ ചങ്ക് പൊട്ടി ചത്തുപോകും. വാ, നമുക്ക് അമ്പലത്തിൽ ചെന്നിരിക്കാം. നമുക്ക് ചെന്ന് സങ്കടം പറയാൻ അവിടെ മാത്രമല്ലേ ഉള്ളൂ. അമ്മേ വാ. ഇതിനൊക്കെ കാരണം ഇവള് ഒരുത്തിയാ. ഇവളുടെ നശിച്ച കല്യാണത്തിന് വേണ്ടിയാ ഈ വാങ്ങിക്കൂട്ടിയത് മുഴുവൻ. ഈ നേരത്തെങ്കിലും ഇവളെ കുറ്റം പറയാതിരിക്കമ്മേ. വാങ്ങിച്ച പണം ചെലവാക്കിയത് ഞാനാ. അതിന് ഇവളെന്ത് പഴിച്ചു? വരുന്നുണ്ടെങ്കിൽ വാ, ഞങ്ങൾ അമ്പലത്തിലുണ്ടാവും. സാധനങ്ങളെല്ലാം പുറത്തു വെച്ചിട്ട് പോയിക്കോ. രാവിലെ എങ്ങാനും ഞങ്ങൾ വന്നെടുത്തോളാം. അങ്ങോട്ട്. അയ്യോ, എന്റെ വീട്, എന്റെ ദൈവമേ. മുതലാളി, അങ്ങനെ അമ്പലത്തിലെ പൂജാരിയാ. രാത്രിയിൽ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വരുമോ? വരുന്നവർ വരട്ടടാ. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്യേ. പോയേ ചെല്ലേ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും പോണം. വെളുത്തു കഴിഞ്ഞാ നാട്ടുകാരുടെ ചോദ്യങ്ങൾ മാത്രമായിരിക്കും. ദേവേട്ട, ഇക്കാര്യം കണിമംഗലത്തെങ്ങാനും അറിഞ്ഞാ കുഴപ്പാ. പ്രിയങ്കയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ശരി. മോളെന്താ ആലോചിക്കുന്നത്? ദൈവത്തിനോട് പറയാൻ തന്നെയാ അച്ഛാ. വാ. നിങ്ങളാണോ കുഞ്ഞുമോൻ? അതെ, ആരാണാവോ? ദേവനാരായണ തിരുമേനി നിങ്ങൾക്ക് എത്ര പണമോ തരാനുള്ളത്? അതിന്റെ കണക്ക് ഞാൻ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. അതുപോരെ? പോരാ, ഞങ്ങൾ ആ കടം തീർക്കാനാ വന്നത്. തിരുമേനി എത്ര പണമോ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചത്? 10 ലക്ഷം. മുടക്കം വരുത്തിയ പലിശയും അതിന്റെ പിഴയും ചേർത്ത് ഒരു 35,000 രൂപ വേറെയും. എല്ലാം കൂടെ കേട്ടിട്ട് നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറയാൻ വേണ്ടിയാണോ? പണം ഞാൻ ഇപ്പൊ തന്നെ തരാം. ആ പണം എടുത്തു കൊടുക്ക. പിന്നെ മിസ്റ്റർ കുഞ്ഞുമോൻ, ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാട് കണ്ണിച്ചോരയില്ലാത്തതാണെന്ന് എനിക്കറിയാം. പക്ഷേ 1-2 ദിവസം വൈകിയതിന്റെ പേരിൽ ഇങ്ങനൊരു ക്രൂരത ചെയ്യുന്ന ആള് നിങ്ങൾ മാത്രമായിരിക്കും. മുഖം കാണാത്തത് കൊണ്ട് ആളാരാണെന്ന് മനസ്സിലായില്ല. പക്ഷേ കുഞ്ഞുമോനെ ബിസിനസ് പഠിപ്പിക്കരുത്. പണം ഇരുന്ന് വാങ്ങുന്നവനെ മാത്രമല്ല, പണം കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നവനെയും കുഞ്ഞുമോൻ അറിയാം. രവി, ഇതൊന്ന് പിടിക്കേ.
ആധാരം തിരുമേനിക്കാണോ തിരിച്ചു കൊടുക്കേണ്ടത്, അതോ നിങ്ങളുടെ കയ്യിലാണോ തരേണ്ടത്? ഇപ്പോൾ ഇടപാട് നമ്മൾ തമ്മിലല്ലേ, അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നേക്ക്. തൻ്റെ പണിക്കാരോട് പുറത്തെടുത്ത് വെച്ച സാധനങ്ങൾ മുഴുവൻ തിരിച്ചെടുത്ത് വെക്കാൻ പറയും. എന്താടോ പറഞ്ഞത് കേട്ടില്ലേ? എല്ലായിടത്തും അകത്ത് വയ്ക്കണേ. താൻ ആരെയാണ് ഇവിടുന്ന് അപമാനിച്ചിറക്കി വിട്ടതെന്നറിയോ? ആ മനുഷ്യന്റെയും ഈ കുടുംബത്തിന്റെയും വലിപ്പം എന്താണെന്നറിയോ? ഒരുത്തന്റെയും വലിപ്പം എനിക്ക് അറിയേണ്ട കാര്യമില്ല. എന്റെ പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോ വീട്ടിൽ നിന്ന് ഇറക്കും, ചിലപ്പോ നാട്ടിൽ കൂടി തലമുട്ടയടിച്ച് നടത്തും. അയ്യോ, ഇങ്ങോട്ട് ഇറങ്ങിയ നീയൊക്കെ വിവരം. വണ്ടി എടുത്ത് പോയി മോളെ കൂട്ടിക്കൊണ്ടുവാ. മിസ്റ്റർ കുഞ്ഞുമോൻ, ഗുണ്ടായിസം കാണിക്കാൻ എളുപ്പമാണ്. ആ നിൽക്കുന്നവര് താൻ പണം കൊടുത്താൽ എന്തും ചെയ്യും. പക്ഷേ ഈ നിൽക്കുന്നവരുണ്ടല്ലോ, എൻ്റെ മനസ്സറിഞ്ഞ് എന്തും ചെയ്തു കളയും. അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. എന്താണ്, അവരോടൊന്ന് മുട്ടി നോക്കുന്നോ?